14 വർഷങ്ങൾക്ക് മുൻപ് കൈരളി TV-യിൽ ഇതേ സ്റ്റുഡിയോയിൽ മാമ്പഴം എന്ന കാവ്യാലാപന പരിപാടിയുടെ ആദ്യ സീസണിലെ 1-ാം സ്ഥാനം നേടിയ നിമിഷം ഇപ്പോൾ ലക്ഷ്മിക്ക് ഓർമ്മയുണ്ടോ? തീർച്ചയായിട്ടും ഓർമ്മയുണ്ട്. അതൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു നിമിഷമാണ്. 1-ാം സ്ഥാനം കിട്ടിയത് മാത്രമല്ല, ആ മത്സരത്തിന് ആദ്യം ഓഡീഷൻ മുതലുള്ള കാര്യങ്ങൾ ഒരിക്കലും അതിൻ്റെ 1% പോലും മറന്നു പോവാതെ ഇപ്പോഴും മനസ്സിലുണ്ട്. ഏതായിരുന്നു ഒന്നാം സ്ഥാനത്തിന് വേണ്ടി ഫൈനലിൽ ചൊല്ലിയ കവിത? ഫൈനലിൽ 2 കവിതകൾ ചൊല്ലാനായിരുന്നു ഞങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നത്. അതിലൊന്ന് വള്ളത്തോൾ നാരായണ മേനോൻ്റെ മലയാളത്തിൻ്റെ തല, ഒന്ന് ONV കുറുപ്പ് സാറിൻ്റെ സ്മൃതി ലഹരി എന്ന കവിത. സ്മൃതി ലഹരി ഒന്ന് രണ്ടുപേര് ചൊല്ലാമോ? തീർച്ചയായും. ഇലത്താളം തിമിലമദ്ദളം ഇടയ്ക്കയും ചേർന്നു പാട്, അതെ. കൊമ്പ് കുറുകുഴൽ ശംഖുമൻപിനോട് ഓംകാര ശ്രുതി പാട്. ഇലത്താളം തിമിലമദ്ദളമിടയ്ക്കയും ചേർന്നു പാട്, കൊമ്പു കുറുകുഴൽ ശംഖുമൻപിനോടോംകാര ശ്രുതി പാട്. നിളയിൽ പൊന്നലകൾ പാട്, മുടിയുലഞ്ഞു കാറ്റിലാടും മുളം കാടുകൾ പാട്, തുമ്പിക്കിടാങ്ങൾ പാട്. മണികിലുങ്ങും വില്ലുകൊട്ടി തുലാവർഷമുകിലു പാട്, മധുരമൊഴിയായ സാക്ഷാൽ കൈരളി പാട്. ഇത് കേൾക്കാനാ ലക്ഷ്മി എന്ന് വിളിച്ചത്. ഇത് മാത്രമല്ല, ഈ ദിവസം ഞാൻ പ്രേക്ഷകർക്ക് ഉറപ്പ് തരുന്നു, മാമ്പഴത്തിൻ്റെ ഓർമ്മപ്പെടലുകളോട് സമരസപ്പെടാൻ ഇന്ന് അശ്വമേധം നിങ്ങൾക്ക് ഈ അധ്യായം സമർപ്പിക്കും. കവിതയുടെ ആഹ്ലാദത്തിലാകും ഈ ദിവസത്തെ വൈജ്ഞാനിക യാത്ര. നിറഞ്ഞ പുഞ്ചിരിയോടെ മനസ്സ് നിറയെ തുളുമ്പുന്ന കവിതകളുമായി ലക്ഷ്മിദാസ് ഒപ്പം. ലക്ഷ്മി ഇപ്പോൾ നീറമൺകര NSS കോളേജിലെ മലയാള വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. കുട്ടികളൊക്കെ എങ്ങനെയുണ്ട്? ഇപ്പോഴും കവിത വായിക്കുന്നവരുണ്ട്? കവിത കേൾക്കാൻ അവർക്ക് ഇഷ്ടമാണ്. വായിക്കുന്നവർ ഒരുപക്ഷെ മുൻപത്തേക്കാൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നല്ല ഈണത്തിൽ ചൊല്ലി കൊടുത്താൽ ആസ്വദിക്കാനും കേൾക്കാനും. ലക്ഷ്മിയെ പോലെ ഒരാളിനോട് ചോദിക്കണമെന്ന് കരുതി വെച്ചിരുന്നൊരു ചോദ്യമുണ്ട്. അതിപ്പോൾ പറഞ്ഞതിൽ നിന്നാണ് അതിൻ്റെ തുടക്കം. വായിക്കുന്നവരുടെ എണ്ണം കുറവാണ്, കേൾക്കുന്നവരുടെ എണ്ണം കൂടുതലാണ്. അത് ആശാസ്യമായ ഒരു പ്രവണതയാണോ? യഥാർത്ഥത്തിൽ അല്ല. പക്ഷേ നമ്മൾ കവിതയിലേക്ക് കൂടുതൽ അടുക്കുന്നത് ഈ കേട്ടുകൊണ്ട് തന്നെയാണ്. എൻ്റെ കാര്യം തന്നെ പറയാം, വ്യക്തിപരമായി ഞാൻ അതിനോട് വിയോജിക്കുന്നു. അല്ല, നമുക്ക് ആദ്യം ഒരു താല്പര്യം ഉണ്ടാകണമെങ്കിൽ ഈ കേൾവിയിൽ നിന്നാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്താണെന്ന് വെച്ചാൽ, ഞാൻ തീരെ ചെറുതായിരുന്ന സമയത്ത് രാവിലത്തെ സമയത്തൊക്കെ അച്ഛൻ ടേപ്പ് റെക്കോർഡറിൽ വെക്കുന്ന കവിതകൾ കേട്ടാണ് ഞാൻ വളർന്നത്. അപ്പോൾ അങ്ങനെ കേട്ടാണ് എനിക്ക് കവിതയോട് ഒരു താല്പര്യം ഉണ്ടായതും പിന്നീട് കവിതകൾ ചൊല്ലുവാനും തേടിപ്പിടിച്ച് വായിക്കാനും ഒക്കെ ശ്രമിച്ചിരുന്നത്. അതിലൊരു പ്രാദേശികതയില്ലേ? ഞാൻ അത് ചോദിക്കാൻ കാരണം, ഇപ്പോൾ ഇറ്റലിയിൽ പോയി, പെറുവിൽ പോയി, മലയാള കവിത എന്ന് പറയുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ആദരവോടെ അവർ പറയുന്ന ഒരു പേരുണ്ട്. കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന, എൻ്റെ കാഴ്ചപ്പാടാകാം, ഏറ്റവും ശ്രേയസ്സുള്ള കവിതയുടെ യശസ് ഏറ്റവും കൂടുതൽ ആഗോളതലത്തിൽ ഉയർത്തിയ കവിയാര് എന്ന ചോദ്യത്തിന് എനിക്കൊരുത്തരമേ ഉള്ളൂ. അത് വേനലിലെ ആദ്യത്തെ മഴ പെയ്യുകയാണിപ്പോൾ. മഴയുടെ ചില്ലുകുഴലിലൂടെ എണ്ണമറ്റ കുഞ്ഞിമാലാഖമാർ വന്നിറങ്ങി ഇലകളിൽ നൃത്തം ചെയ്യുന്നതും നോക്കി ഈ ഭൂമിയിലെ പ്രക്ഷുബ്ധമായ പ്രവാസത്തെക്കുറിച്ചോർത്ത് എന്ന് വേനൽമഴയിൽ എഴുതിയ സച്ചിദാനന്ദനാണ്. ഈ ആലാപനം, ആ കവിത ആലപിക്കുന്നത് കേൾക്കുന്നത് അതിഗംഭീരമാണ്. സ്വാഭാവികമായി ഇപ്പോൾ ലക്ഷ്മിയൊക്കെ കവിത ചൊല്ലുമ്പോൾ കേൾക്കുന്നത് പോലൊരു മനോഹരമായ ജീവിത മുഹൂർത്തം മറ്റൊന്നില്ല, അത് അംഗീകരിക്കുന്നു. പക്ഷെ കവിത ചൊല്ലി മാത്രം അറിയേണ്ടതാണോ? ചൊല്ലി മാത്രം അറിയേണ്ടതല്ല, തീർച്ചയായിട്ടും അല്ല. ഇപ്പോൾ എഴുത്തച്ഛനെയോ അത് വേണ്ട, ഹരിനാമകീർത്തനത്തിൻ്റെ വരികൾ നമ്മുടെ എല്ലാം വീടുകളിൽ വായിച്ചു തന്നെയല്ലേ അറിഞ്ഞത്, അല്ലേ? ചൊല്ലലിൻ്റെ മികവ് കൊണ്ട് അല്പയശപ്രാർത്ഥികളായ പലരും വലിയ കവികളായി അവതരിപ്പിക്കപ്പെടുന്നു. വളരെ മികച്ച കവികൾ ഒട്ടും അറിയപ്പെടാതെ പോവുകയും ചെയ്യുന്നു, ഇല്ലേ? സത്യമല്ലേ? അത് സത്യമാണ്. പക്ഷേ എങ്കിലും കവിത കേൾക്കാൻ സുഖമാണ്.
കവിതയെ ജനകീയവൽക്കരിക്കുന്നതിൽ ആലാപന മാധുര്യത്തിന് വലിയ പങ്കുണ്ട്. മധുസൂദനൻ നായർ സാറിൻ്റെ ഗംഗ ദൂരദർശനിലോ മറ്റോ അവതരിപ്പിച്ചതോടെയാണ് അത്തരമൊരു ചൊല്ലലിലോട്ട് ആളുകൾ വന്നത്. അതിനു മുമ്പ് സത്യത്തിൽ കവിത ചൊല്ലാനുള്ളതാണ്, ചൊല്ലിക്കൂടി കവിത ആസ്വദിക്കാമെന്ന് നമ്മളെ പഠിപ്പിച്ചത് കടമനിട്ട് തന്നെയാണ് അല്ലേ? ലക്ഷ്മി കവിത ചൊല്ലുന്ന അതിഗംഭീരമാണ്. പിന്നെ ലക്ഷ്മി ചൊല്ലുന്ന കവിതകൾക്കുള്ള ഒരു സൗന്ദര്യം, ലക്ഷ്മി കാസറ്റ് കേട്ട് അല്ലല്ലോ കവിത ചൊല്ലുന്നത്, വായിച്ച കവിതയല്ലേ ചൊല്ലുന്നത്. ഞാൻ ഈ ചൊല്ലുന്നതിനെതിരല്ല, പക്ഷെ വായിച്ചതാകണം അല്ലേ?